ഹലോ ഗൈസ്, തൊഴിലില്ലാതെ വീട്ടിൽ വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്നവരുടെ അവസ്ഥ ഇത്രയും നരകണമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഗൈസ്, നിങ്ങളിത് കാണണം. ഫുഡ് കഴിക്കണമെങ്കിൽ ഈ പുല്ലൊക്കെ പറിക്കേണ്ട അവസ്ഥയാണ് ഗൈസ്. എനിക്ക് NSSൽ +2 NSS വിട്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ കുത്തിയിരുന്ന് പുല്ല് പറിച്ചിട്ടില്ല ഗൈസ്. പണ്ടൊക്കെ കൊറോണ വന്ന സമയത്ത് ഓരോരുത്തർ റീൽസ് ചെയ്ത് വൈറലായപ്പോൾ ഞങ്ങള് ഭാവി സെറ്റാക്കാനായിട്ട് കുത്തിയിരുന്ന് പഠിച്ചു ഗൈസ്. ഇപ്പം മനസ്സിലായി അതിലൊന്നും വലിയ കാര്യമില്ല. 4 റീൽസ് ഇട്ട് അന്നും ആക്റ്റീവായാൽ മതിയായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന്. ഇപ്പോൾ ഒരു പണിയും കിട്ടാതെ ഇങ്ങനെ പുല്ല് പറിച്ചുകൊണ്ടിരിക്കേണ്ട ഗതി കണ്ടു ഗൈസ്. അവിടെയൊക്കെ അടിച്ചവരാണ് ഗൈസ്. എന്നാലേ ഇപ്പോൾ അവരെ ബോധിപ്പിക്കണം ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കി എന്നുള്ളത്. കണ്ടോ ഗൈസ്, ഇത്രയും കുപ്പയൊക്കെ ഉണ്ട്. വല്ലാത്ത അവസ്ഥയാണ് ഗൈസ്. എൻ്റെ കാര്യം ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കടലാസിനൊന്നും ചെരുപ്പ് കഴുകലെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്താവോ എന്തോ, വീഡിയോ എടുക്കുമോ ഒന്നും അറിയില്ല. ഇങ്ങനെ പോയാൽ മിക്കവാറും ഒരു തൊഴിലുറപ്പിൽ കാറിൻ്റെ അടുത്ത് തന്നെ ഇറക്കും ഗൈസ്. നിറയെ പുല്ലൊന്നും ഇല്ല, കുറച്ചൊക്കെ തന്നെ ഉള്ളൂ. തുളസിയൊക്കെ നിൽക്കുന്നുണ്ട് ഗൈസ്, അതൊക്കെ അവിടെ നിന്നോട്ടെ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിന് വേറെ കിട്ടും ഗൈസ്. എന്തിനാണ് ഈ തുളസിയൊക്കെ പറിച്ചു കളഞ്ഞ് പറഞ്ഞത്? ഇതെന്താ ചീരയാ തോന്നുന്നു ഗൈസ്, അത് പറിച്ച് കളയാം. അല്ലെങ്കിൽ കഞ്ഞിയാണ് ഗൈസ്. ഇനിയിപ്പോൾ ചീര ഉപ്പേരി മാത്രമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഞാനത് പറിച്ചു കളഞ്ഞു. ഏറെക്കുറെയൊക്കെ വൃത്തിയായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇത് എവിടത്തെയും കൂടി പറിക്കാം. എന്തൊരു കഷ്ടമാണ് ഗൈസ്. നിങ്ങളൊന്നും പഠിച്ചിട്ടൊന്നും കാര്യമില്ല. എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ നോക്കൂ ഗൈസ്. കുറച്ചൊക്കെ വൃത്തിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. തൊട്ടാവാടിയൊക്കെ ഉണ്ട്, അതൊക്കെ പറിക്കാം. വല്ലാത്ത അവസ്ഥയാണ് തൊഴിലില്ലാതെ. എന്തെങ്കിലും ജോലി കിട്ടിയാൽ പോവായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും കിട്ടുന്നില്ല ഗൈസ്. ഈ സ്ഥലമൊന്നും ഇവിടെ കാര്യമില്ലാത്ത സ്ഥലമാണെങ്കിലും പുല്ല് പറിക്കണമല്ലോ. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്താലാണ് ഗൈസ് ഇന്ന് ഫുഡ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പുല്ല് പറിച്ച് രക്ഷപ്പെട്ട എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഉറുമ്പൊക്കെ പോകുന്നുണ്ട്. ആവശ്യമില്ലാത്ത പുല്ലല്ലേ ഗൈസ്. അപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ കണ്ടോ ഗൈസ്. ഇപ്പം ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ. ഇതൊക്കെ കണ്ട് ബോധിച്ചാൽ മതിയായിരുന്നു ഗൈസ്. ഇത് ഞാൻ നട്ട ചെടിയൊന്നുമല്ല, പക്ഷെ കണ്ടോ ഇവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കി ഗൈസ്. ഇത്രയൊക്കെ മതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ തൊഴിലുറപ്പ് കാർഡ് എടുത്തവർ അതിൽ ഇറക്കും. ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത്. ഇത്രയൊക്കെ മതി ഗൈസ്. ബൈ.